നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉപ്പേരികൾ അഥവാ വറ്റൽ ഇഷ്ടമില്ലാത്തതായി ആരും കാണില്ലല്ലോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഞാനിന്ന് ചക്കയുപ്പേരിയുടെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാ ചക്കകളും വറക്കാൻ കൊള്ളില്ലെന്നാണ് അമ്മ പറയാറുള്ളത്. നമ്മുടെ പറമ്പിലെ വരിക്കച്ചക്ക ഒന്നും വറക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് പണ്ട് മുതലേ വറക്കാൻ വേണ്ടി മറ്റെവിടെ നിന്നെങ്കിലും ചക്ക കൊണ്ടുവരാറാണ് പതിവ്. ഇത്തവണ വറക്കാൻ കൊള്ളുന്ന 1-2 ചക്ക ചേട്ടത്തി കൊടുത്തു വിട്ടു. അതോടൊപ്പം നമ്മുടെ പറമ്പിലെ ഒരു വിശേഷപ്പെട്ട ചക്കയും ഞാൻ എടുക്കുന്നുണ്ട്. വിശേഷപ്പെട്ട ചക്കയെന്ന് ഞാൻ പറയാൻ കാരണം, ഏതൊരു നഴ്സറിയിൽ നിന്ന് അരക്കില്ലാത്ത ചക്കയെന്ന് പറഞ്ഞ് മേടിച്ച് നട്ട പ്ലാവ് 2-3 വർഷം മുൻപ് കായ്ച്ചു തുടങ്ങിയപ്പോഴാണ് അറിയുന്നത്. അതിന് മറ്റ് ചക്കകളുടെ അത്രയും അരക്കില്ലെങ്കിലും അരക്കൊക്കെയുണ്ട്. പക്ഷേ അത് പഴുത്താൽ മണമോ ചുളകൾക്ക് നിറമോ സോഫ്റ്റ്നെസ്സോ ഒന്നും തന്നെ ഇല്ല. കഴിക്കുമ്പോൾ മധുരം ഉണ്ടെന്നതൊഴിച്ചാൽ പച്ചച്ചക്കയുടെ അതേ ഒരു രീതിയാണ്. ഞാൻ ഇങ്ങനെയുള്ള ചക്ക ഇതിനു മുമ്പ് എങ്ങൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ചക്ക നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് പറയണേ. എന്നെ സഹായിക്കുന്ന രാധ ചേച്ചിയാണ് ഇതിലൊരു ചക്ക കൂടി ഒന്ന് വറുത്ത് നോക്കാമെന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ അതിൻ്റെ താഴെ നിന്ന ചക്കകളിൽ നിന്ന് ഉള്ളതിൽ വലുത് നോക്കി ഒന്ന് അടർത്തി മുറിച്ചപ്പോഴാണ് അത് വിളഞ്ഞതല്ലെന്ന് മനസ്സിലായത്. പൊതുവെ വിളഞ്ഞ ചക്കയാണ് വറക്കാൻ നല്ലതെന്നാണ് പറയാറ്. കുറച്ചു പേരെങ്കിലും വിളയാത്തതാണ് നല്ലതെന്നും പറയാറുണ്ടേ. ഞാൻ ഏതായാലും ചേട്ടത്തിൽ നിന്ന് വിളഞ്ഞ ചക്കയും പറമ്പിലെ വിളയാത്ത ചക്കയും 1-2 ചുളയരിഞ്ഞ് പ്രത്യേകം വറുത്ത് സാമ്പിൾ നോക്കി. രണ്ടും നല്ല ക്രിസ്പിയായി തന്നെ കിട്ടി. തണുത്തപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം മാത്രമാണ് ബാക്കിയുള്ളവയെല്ലാം വറക്കാനായി തയ്യാറാക്കിയത്. അങ്ങനെ ചുളയുടെ 2 സൈഡും കട്ട് ചെയ്ത് ഏകദേശം ഒരേ കനത്തിലെല്ലാം അരിഞ്ഞെടുത്തു. പഴയ വീട്ടിലെ അടുക്കളയിലെ വിറകടുപ്പിലാണ് ഇത് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം അരിഞ്ഞു വെച്ച ചക്ക ഇടുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പുനീരൊഴിച്ച് ഇളക്കിയ ശേഷം പൊരി മാറ്റാവുന്നതാണ്. ഓരോ പ്ലാവിലെ ചക്കയും വ്യത്യസ്ത സ്വഭാവമായിരിക്കും. അതുകൊണ്ട് തന്നെ അതുകൊണ്ടുണ്ടാക്കുന്ന ഉപ്പേരികളും വ്യത്യാസപ്പെട്ടിരിക്കും. ഉണങ്ങിയ പാത്രങ്ങളിലിട്ട് നന്നായി തണുത്ത ശേഷം മാത്രം അടച്ചു വെച്ച് ഉപയോഗിക്കുക. ഞാൻ വീഡിയോ എടുത്തിട്ട് ഏകദേശം 1 മാസമാകുന്നു. ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ഉപ്പേരിയുടെ ക്രിസ്പിനെസ്സിന് ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ രാജേച്ചി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് വിളയാത്ത ചക്കയാണ്. അതിനൊരു ഗോൾഡൻ കളറില്ല. വേണമെങ്കിൽ അല്പം മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കളർഫുൾ ആക്കാമായിരുന്നു. പക്ഷേ അതിൻ്റെ സ്വാഭാവിക സൗന്ദര്യം തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും അങ്ങ് കരുതി. വിളഞ്ഞ ചക്കയേക്കാൾ കൂടുതലായി പൊള്ളി വന്നത് വിളയാത്ത ചക്കയാണ്. രണ്ടും നല്ല ക്രിസ്പിയായി കിട്ടിയെങ്കിലും 2 തരത്തിലുള്ള രുചിയായിരുന്നു. കഴിച്ചവരെല്ലാം രണ്ടും നല്ല ചിപ്സാണെന്ന അഭിപ്രായമാണ് പറഞ്ഞത്. ചക്കയൊക്കെ എടുക്കുമ്പോൾ ശരിക്കും കൂട്ടുകുടുംബമായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പണ്ടൊക്കെ ചക്ക എടുത്താൽ അത് നന്നാക്കി എടുക്കാൻ എത്രയോ പേരാണ് ചക്കയുടെ ചുറ്റും കൂടുന്നത്. ഞാൻ ഇത്ര കേമനോ എന്ന് ചക്കയ്ക്ക് പോലും അന്ന് തോന്നിയിരിക്കാം. ആ ഭാഗ്യമൊന്നും ഇന്നത്തെ ഒരു ചക്കയ്ക്കും കിട്ടിയിട്ടില്ല. ഞങ്ങളെടുത്ത ചക്കയ്ക്ക് തീരെ ഇല്ല കേട്ടോ. കാരണം തന്നെയും പിന്നെയും എന്നെയും രാധ ചേച്ചിയും മാത്രമാണ് അത് കാണുന്നത്.